ആദ്യമായി ഖൽബിലെ പാട്ടുമായി എത്തുന്നു റജ്നാസ്. ഹായ്, എൻ്റെ പേര് റജ്നാസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ വരുന്നത്. അത് നിങ്ങളെയേറെ ഇഷ്ടപ്പെടുന്ന പട്ടുമാലായതുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ എപ്പോഴും വേണം. കുടുംബത്തിൽ ഒരുപാട് സംഗീതം പഠിച്ച ആൾക്കാരുണ്ട് അല്ലേ? വേറൊരു കണ്ടസ്റ്റന്റ് കൂടി നമുക്കുണ്ട്, മെഹർനിസ നിസാം, സിസ്റ്ററാണ് അല്ലേ? ഇനി ആരൊക്കെ പോരാനുണ്ട് ഇനി വീട്ടിൽ നിന്ന് പട്ടുറുമാലിലേക്ക്? ഈ പട്ടുറുമാലില്ല, നെക്സ്റ്റിലേക്ക് ഒരാളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? ഇപ്പോ ചെറിയ കുട്ടിയാണ്, പഠിപ്പിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഈ കുടുംബത്തിൽ നിന്നും ഒരുപാട് മത്സരാർത്ഥികൾ പട്ടുറുമാലിലേക്ക് വരട്ടെ. അതിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. ഖൽബിലെ പാട്ടിൽ ഈ ഖൽബിൽ നിന്നും ഏത് പാട്ടാണ് ഞങ്ങൾ കേൾക്കാൻ കാത്തിരിക്കേണ്ടത്? ആദിബസുമലത്തോട് തുടങ്ങുന്ന സോങ് ആണ്. അപ്പൊ നല്ല രീതിയിൽ പാടട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ, നല്ല കമന്റ്സ് കിട്ടട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആദിബസുമലത്തോട് ഹംദും ബിരുത്തി ഞാൻ ആദിയിൽ ചുമ്മാ ഹമീം നബിക്കും നല്ലാരി കോരിൽ സ്വലാവാത്തും മഅസ്സലാമാ മഅസ്സലാമാ. ആദിബസുമലത്തോട് ഹംദും ബിരുത്തി ഞാൻ ആദിയിൽ ചുമ്മാ ഹമീം നബിക്കും നല്ലാരി കോരിൽ സ്വലാവാത്തും മഅസ്സലാമാ മഅസ്സലാമാ. സത്യകഥക വിദഗ്ധൊരു പൂരി ചിത്തമതത്തന വെത്തതിലോതി കുത്തിടും മേനറി വീര അജേതി. സത്യകഥക വിദഗ്ധൊരു പൂരി ചിത്തമതത്തന വെത്തതിലോതി കുത്തിടും മേനറി വീര അജേതി. ത്വഹാ നബിയും നൽ സ്വഹാബാരും മദീനത്തിൽ ഇരിക്കും നേരം ജാസൂസൊരുത്തൻ വന്നാഹമ്മദം നബിതം ഓടൂരത്ത് സാരം ആദിബസുമലത്തോട് ഹംദും ബിരുത്തി ഞാൻ ആദിയിൽ ചുമ്മാ ഹമീം നബിക്കും നല്ലാരി കോരിൽ സ്വഹാബാത്തും മഅസ്സലാമാ മഅസ്സലാമാ. സാരമെ മക്ക കുറൈശികളൊത്ത് ഏറിയ പൊന്നുകളും കുടമത്ത് ചോറിലരായിരം ഒട്ടകപ്പുറത്ത്. സാരമെ മക്ക കുറൈശികളൊത്ത് ഏറിയ പൊന്നുകളും കുടമത്ത് ചോറിലരായിരം ഒട്ടകപ്പുറത്ത്. കേറി തിഹാമും വിട്ടുളർന്ന് ഷാമിലെ കവറിജാരത്തിനെ കേലാൽ വരുന്നുണ്ട് ബദറിലെത്തിടും നാളെ ഉറപ്പ് തന്നെ ആദിബസുമലത്തോട് ഹംദും ബിരുത്തി ഞാൻ ആദിയിൽ ചുമ്മാ ഹമീം നബിക്കും നല്ലാരി കോരിൽ സ്വലാവാത്തും മഅസ്സലാമാ മഅസ്സലാമാ.
തന്നെയതെന്ന് പറഞ്ഞുള്ള കള്ളി മന്നർ നബി സഹബാക്കളിൽ വെള്ളി അന്ന് മദീനമിൽ നിന്നെഴുന്നള്ളി. തന്നെയതെന്ന് പറഞ്ഞുള്ള കള്ളി മന്നർ നബി സഹബാക്കളിൽ വെള്ളി അന്ന് മദീനമിൽ നിന്നെഴുന്നള്ളി. നാദാ നബിയും നൽ സ്വഹാബാരും കൂഫിറുകളെ തീരഞ്ഞതായി നാടി നടന്നാക്കത ഇബ്നു ഹാറിബും മറ്റും അറിഞ്ഞുപോയി ആദി ബസ്മലത്തോട് ഹംദും ബിരുത്തി ഞാൻ ആദിയിൽ സുമ്മാ ഹമീം നബിക്കും മല്ലാരി കോയിൽ സ്വലവാത്തും മഗസലമാ ആദി ബസ്മലത്തോട് ഹംദും ബിരുത്തി ഞാൻ ആദിയിൽ സുമ്മാ ഹമീം നബിക്കും മല്ലാരി കോയിൽ സ്വലവാത്തും മഗസലമാ. രജനാസ് നന്നായി പാടിയോ? പറഞ്ഞത് വിചാരിച്ചതുപോലെ പാടാൻ പറ്റിയില്ല. എന്തായാലും ഈ ജെല്ലിനുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടായി. നല്ല പോലെ കൈയടിച്ചുകൂടിയിരിക്കുന്ന എല്ലാ ഓഡിയൻസും, എല്ലാ പ്രേക്ഷകരും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒരുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാം. ഈ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. അമ്പിളി ചേച്ചി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അമ്പിളി ചേച്ചിയിൽ നിന്ന് തുടങ്ങാം. രജനാസ് നന്നായിട്ട് പാടി. താങ്ക്സ്. വളരെ ഉത്സാഹത്തോടെ, ഈ പാട്ടിന് ഇത്രയും ഉത്സാഹത്തോടെ പാടണം. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായിട്ട് പാടി. പക്ഷെ ആദ്യത്തെ ലൈനിൽ ഒരു ചെറിയൊരു ശ്രുതി പ്രോബ്ലം ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ അതേ സ്ഥലത്ത് 1-2 പ്രാവശ്യം ഡ്രോപ്പായി. അത് ശ്രദ്ധിക്കണം. ശ്രുതി എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ പിന്നെയും പറയാണ്, ശ്രുതി എപ്പോഴും ശ്രദ്ധിച്ചിട്ട് അത് പാടണം. നെക്സ്റ്റ് റൗണ്ടിൽ നല്ലൊരു പാട്ടുമായിട്ട് വരും. താങ്ക് യു അമ്പിളി ചേച്ചി. ഫിറോസിക്ക. റജനാസ് മോശമില്ലാതെ പാടി, നന്നായിരുന്നു. ഇത് എസ് എം കോയക്കയുടെ ഒരു ശൈലി ആദ്യം ഈ പിച്ചിൽ തന്നെ, എസ് എം കോയക്കയുടെ ഒരു പുരാതന ശൈലി ഈ പാട്ടിന്. ഇപ്പൊ ഈ പാടിയത് എസ് എം കോയയുടെ പിച്ചിലാണ് ഇപ്പോ റജനാസ് പാടിയത്. അതിനുശേഷം പിന്നെ കാസറ്റ് എന്നൊരു ഫോർമാറ്റിലേക്ക്, കാസറ്റ് എന്ന് പറയുന്ന, ഇപ്പൊ നമ്മൾ ഡിസ്ക് അല്ലേ കേൾക്കുന്നത്, CD, കാസറ്റിലേക്ക് വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം 81-82 കാലഘട്ടത്തിൽ കോഴിക്കോട് അബൂബക്കറിന്റെ സംഗീതത്തിൽ ഞാൻ പാടി ലബ്ബൈക്ക് എന്ന കാസറ്റിന് വേണ്ടി. കാസറ്റിൽ ആദ്യമായിട്ട് പാടുന്ന ഈ പാട്ട് ഞാൻ, എന്റെ ആദ്യത്തെ പാട്ട്. ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്താണെന്ന് കാണുന്നത്, ഞാൻ ബഹുമാനത്തോടെ കാണുന്ന ഔക്കൂബായി സ്റ്റുഡിയോയിൽ വെച്ച് എനിക്ക് ആദ്യം തരുന്ന ഒരു പാട്ട്. മദീ ബസ്മലത്തോട് ഹംദും വിരുത്തി ഞാൻ ആദിയിൽ സുമാ ആമീൻ നബിക്കും മലരികരിൽ സലവാത്തും മഴ്സലമാ ആദി ബസ്മലത്തോട് ഹംദും വിരുത്തി ഞാൻ. ഇതാണ് ആ ട്യൂൺ. എന്റെ ആ ചടുലതയ്ക്ക് കൊണ്ടുവന്നു ആ പാട്ടിന്റെ. താങ്ക് യു ഫിറോസിക്ക. അബൂട്ടി മാഷെ. റജനാസ് ഫസ്റ്റ് പല്ലവിയിൽ തുടങ്ങിയപ്പം അമ്പിളി പറഞ്ഞതുപോലെ ശ്രുതിന്റെ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തിനാ ഇത്ര അധികം സ്കെയിലേറി സീക്കല്ല പാടിയത്? ഒരു സ്ഥലത്ത് ഒരിക്കൽ പാടിയപ്പം സ്വലാവാത്തും സ്വഹാവാത്തും പാടി. അത് സദ്യ, അതൊക്കെ ഇവിടെ പിടിക്കും. അങ്ങനെ ഏതായാലും മൊത്തത്തിൽ അവസാനം എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ വളരെ ക്ലിയർ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷെ. ഹംസക്ക എന്ത് പറയുന്നു ഈ ഒരു ഖൽബിലെ പാട്ട് എന്ന ഈ ഒരു സെഗ്മെന്റിൽ? ഇത് ട്രഡീഷണൽ പാട്ടാണ്. ഇങ്ങനത്തെ പാട്ട് പഠിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങളുടെ സ്ഫുടത വേണം. ബസ്മലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദി ബിസ്മി ചൊല്ലി ആദി ബസ്മലത്തും തോട് ഹംദും വിരുത്തി ഞാൻ, സ്തുതി വിരുത്തി ഞാൻ. ആദിയിൽ സുമ്മ, അതിനുശേഷം ആമീൻ നബിക്കുമല്ലായി. അരീഗോർ എന്ന് പറഞ്ഞാൽ സഹാബത്ത്, നബിയുടെ അനുയായികൾ, അവർക്ക് സലാമത്ത്. ഇതാണല്ലോ പാടുന്നത്. ഇത് സത്യത്തില് കല്യാണപ്പാട്ടാണ്. പണ്ട് ഈ ഒപ്പന എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ നമ്മളെ, അതിപ്പോ സ്ത്രീകളാണ് കളിക്കല്. ആദ്യം പുരുഷന്മാരായിരുന്നു. ആണൊപ്പന എന്നാണ് ഇതിന് പറയാ. അങ്ങനെ ആണുങ്ങൾക്ക് ഒപ്പന കളിക്കാൻ വേണ്ടി
കോഴിക്കോട്ടുകാരൻ നല്ലളത്ത് വീരാൻ കാക്ക എഴുതിയ പാട്ടാണ്. ബദർ ഒപ്പന എന്നാണ് ആ പുസ്തകത്തിന് പേര്. അതിൽ കുറെ പാട്ടുണ്ട്. ബദർ ഒപ്പനയിൽപ്പെട്ട ആണുങ്ങളുടെ ഒപ്പനയാണ്. ആണുങ്ങൾ ഇപ്പൊ ഇന്ന് ഒഴിഞ്ഞു, സ്ത്രീകൾ മാത്രമായി. ആണും പെണ്ണും 2 ടീമായിട്ട് കളിച്ചിരുന്നു പണ്ട് കാലത്ത്. അപ്പൊ ആ ഒരു കല്യാണത്തിന്റെ മനസ്സ് വെച്ചുകൊണ്ട് ആദിബസുമലത്തോട് ഹംദും വിരുത്തി ഞാൻ ആദിയിൽ തുമ്മാ അതിനുശേഷം ആമീൻ നബിക്കും അരികോരിൽ സലവാത്തും അതിങ്ങനെ കൈ കൊട്ടിയിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ പാടണം, ആണുങ്ങളോ. അപ്പൊ അതുകൊണ്ട് കോൽക്കളിക്കും ഇത് പാടും. ആദിബസുമലത്തോട് ഹംദും അതാ കോൽക്കളി പാട്ട്. അപ്പൊ ഇതിന്റെ ഈ ഇതിവൃത്തം ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒരു പാട്ട് പാടുമ്പോൾ അതിന്റെ സാഹചര്യവും സംവിധാനവും അതിന്റെ ഭാവവും ഇതെല്ലാം കൂടി മനസ്സിലാക്കി പാടുമ്പോഴാണ് അത് മനസ്സിലാവുക. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ അണവാഗി റൂഹുൽ അമീൻ മൊളിയ എന്ന് പറഞ്ഞ പാട്ടില്ലേ, അതിന്റെ വിഷയം തന്നെയാണ് ഇതിലും. നബിക്കും സഹാബത്തിനും അബൂ സുഫിയാനും സംഘവും ഷാമിൽ നിന്ന് ചരക്കുമായി വരുന്ന വിവരം പറഞ്ഞു കൊടുക്കുന്നു. അതാ സംഭവം അത് തന്നെയാണ്. അപ്പൊ അത് ഒപ്പനയിൽ വന്നേ ഉള്ളൂ. അപ്പൊ ആ കല്യാണപ്പാട്ടിന്റെ സാഹചര്യവും അറബി പദങ്ങളുടെ പ്രയോഗം പഠിച്ചാൽ ഉള്ളിൽ നിന്ന് പാടാൻ വേണ്ടി സാധിക്കും. അത് പരമാവധി ശ്രമിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നന്നായിട്ടുണ്ട് പാടിയത്. താങ്ക് യു ഹംസക്ക. എല്ലാ കമന്റ്സും കേട്ട് കഴിഞ്ഞു. ഇനി മാർക്സ് എത്രയാണെന്ന് നോക്കാം അല്ലേ? വീട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ഉമ്മയാണോ? ആരാണ്? ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരൊറ്റ പെർഫോമൻസിന് പോലും ഉമ്മ ഇതിനകത്ത് കയറിയിരുന്ന് സപ്പോർട്ട് ചെയ്യില്ല അല്ലെ? പുള്ളിക്ക് ഭയങ്കര ടെൻഷനാണോ? ടെൻഷനാണ്. അപ്പൊ ആ ടെൻഷൻ മാറാൻ തീർച്ചയായും ഈ ഒരു പാട്ടിന്റെ മാർക്ക് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മെഹർനീസ എന്തായാലും തകർത്താണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിന് എത്ര മാർക്കാണെന്ന് നോക്കാം. അമ്പിളി മാം എത്ര മാർക്കാണ്? 24. 24 മാർക്ക്. 30ൽ 24. ഫിറോസിക? എന്റെ മാർക്ക് 24 ഔട്ട് ഓഫ് 30. 24. അബൂട്ടി മാഷ് എത്ര മാർക്ക് നൽകുന്നു? 24.5. 24. അരമാർക്ക് അധികം. അരമാർക്ക് അധികം. ആ അരയിൽ ഒന്നാകുമോ എന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഹംസക്ക 10ൽ എത്ര മാർക്ക് നൽകുന്നു? ഞാനൊരു 7.5 മാർക്ക്. കറക്റ്റ് ആയില്ലേ? ഇപ്പൊ അരയും ചേർന്നപ്പോ 7.5 മാർക്ക്. 10ൽ 7.5 മാർക്ക്. സോ ഗ്രാൻഡ് ടോട്ടൽ 100ൽ ഈ ഒരു പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്ന മാർക്സ് 80 മാർക്കാണ്. 100ൽ 80 മാർക്ക്. തീർച്ചയായും 80% ഉണ്ട് എന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട. കൂടുതൽ മാർക്ക് കിട്ടട്ടെ, കൂടുതൽ ആധികാരികമായ വിഷയങ്ങളൊക്കെ പഠിച്ച് പാട്ട് പാടാൻ സാധിക്കട്ടെ അല്ലെ? ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ നല്ല രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും.